വീണ ജോർജ് മനസ്സിലാക്കേണ്ടത് അവരുടെ വകുപ്പിന്റെ പേര് ആരോഗ്യ വകുപ്പ് എന്നാണ്, ഉളുപ്പില്ലായ്മ വകുപ്പ് എന്നല്ല. ഒരാൾ സർജറി ചെയ്തതിന് ശേഷം വയറ്റിൽ വെച്ചു കൊടുത്തു വിടേണ്ട സാധനങ്ങളല്ലോ കത്രികയും ഫ്ലവർ വേസും ഒന്നും. നിരവധിയായിട്ടുള്ള ആരോഗ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും കഴിവ് കുറഞ്ഞ ആരോഗ്യമന്ത്രി നിങ്ങളാണ്. ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്? കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഉളുപ്പുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആഗോള സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ്. 1750 ചെറിയ ഹോസ്പിറ്റലുകൾ പൂട്ടി. ഇനി പൂട്ടിക്കേണ്ടത് സർക്കാർ ആശുപത്രികളാണ്. ഈ ആഗോള സ്വകാര്യ കുത്തകകൾക്ക് മുന്നിൽ കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രഖ്യാപനം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി. എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇങ്ങനെ ഒരു രോഗിയുടെ ദുരിതം കണ്ടിട്ട് പോലും ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്താൻ ഒരു ഡോക്ടർക്ക് കഴിയുന്നു എന്നത് അവരുടെ മനോനില വ്യക്തമാക്കുന്നതാണ്. 100% ഞാൻ യോജിക്കുന്നു. ആഗോള സ്വകാര്യ കുത്തകകൾക്ക് മുന്നിൽ കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രഖ്യാപനം. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. ഇതിനു മുമ്പ് ഇത് ഞാൻ കണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മുഷ്ടി ചുരുട്ടലാണ്. ഈ പ്രശ്നത്തിൽ ഈ ആരോഗ്യമന്ത്രി ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ സർക്കാർ അടിയറ വെക്കില്ല എന്ന് പറയുന്നത് ആരെ പേടിപ്പിക്കാനാണ്? എന്താണ് ഈ മുദ്രാവാക്യം വിളിയുടെ അർത്ഥം? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഈ ആരോഗ്യമന്ത്രിയോട് പലപ്പോഴും സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 5 വർഷമൊക്കെ ആയിട്ടും ആരോഗ്യരംഗം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. ഈ മനസ്സിലാകാത്തത് നമുക്കൊക്കെ ഊഹിക്കാവുന്ന കാര്യമാണ്. ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരു വകുപ്പായിരിക്കുക. ഈ മനുഷ്യരെ വെല്ലുവിളിക്കുന്നതും വിമർശിക്കുന്നവരെ പ്രൈവറ്റ് ആശുപത്രി, സ്വകാര്യ ആശുപത്രികളുടെ ദല്ലാക്കളായിട്ടും പറയുന്നത് ഒരു വൃത്തികെട്ട ട്രെൻഡാണത്. അത് പാടില്ല. വളരെ കറക്റ്റ്. ആരോഗ്യമന്ത്രി ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് പറയുന്നതല്ല. ഇവിടെ അവാർഡ് കിട്ടുമ്പോൾ ആരാ വാങ്ങിക്കാൻ പോകുന്നത്? അവാർഡിൻ്റെ കഥകൾ ഒരുപാട് എനിക്കറിയാം, ഞാനതിപ്പോൾ പറയുന്നില്ല. പക്ഷെ അവാർഡ് കിട്ടുമ്പോൾ പോയി അന്തസ്സോടെ വാങ്ങിക്കും. അന്നേരം ഇതെല്ലാം എൻ്റെ കഴിവാണ്, മന്ത്രിസഭയുടെ കഴിവാണ്, ഒന്നുമല്ല. അയ്യോ ദാരിദ്ര്യം. യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഈ രീതിയിലത്തേക്ക് ആരോഗ്യരംഗത്തിനെ കേവലം രാഷ്ട്രീയ നേട്ടമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പ്രസംഗിക്കുക സ്വാഭാവികം. ആരോഗ്യരംഗത്തുണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ ഏതോ ആഗോള സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ് എന്ന മട്ടിലേക്ക് വരുത്തി തീർക്കുക. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. അവർ അറ്റാക്ക് ചെയ്യുന്നത് കേരളത്തിനെയാണ്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക. അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നശിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്ന് പറയുക. ആരാണ് സത്യത്തിൽ ഈ കുത്തക? ആ കുത്തകയുടെ പേര് പറയാനായിട്ട് മന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു ആഗോള സ്വകാര്യ കുത്തക ഉണ്ടെങ്കിൽ ഇന്നയാളാണ് ആഗോള സ്വകാര്യ കുത്തക എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ പേരെടുത്ത് പറയാതിരിക്കാൻ ഭയമായിട്ടാണോ? നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധിയായിരിക്കുന്ന നമ്മുടെ മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ആരാണ് ഈ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പറയാനുള്ള തൻ്റെ ഇടം പോലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഷ്ടമാണ്. അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്, അതൊരു കവല പ്രസംഗം മാത്രമാണ്. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ. നിങ്ങളുടെ കഴിവുകേട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, മറ്റാരെങ്കിലും വഴി ഇത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, നിരവധിയായിട്ടുള്ള ആരോഗ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും കഴിവ് കുറഞ്ഞ ആരോഗ്യമന്ത്രി നിങ്ങളാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്കോ നിങ്ങളെ നയിക്കുന്ന, നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന പാർട്ടിക്കോ ലജ്ജയില്ല എന്നുള്ളതാണ് കഷ്ടം. നിങ്ങളുടെ ആ കഴിവുകേടിൽ ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കണം എന്നതിന് ഒരു കവലപ്രസംഗം നടത്തിയതുകൊണ്ട് ആ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. വീണ ജോർജിനെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ ശ്രീ ബിനു? ഞാനൊന്നും ഈ ആരോഗ്യ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മെഡിക്കൽ പ്രോട്ടോകോൾ എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഇവിടുത്തെ പല മെഡിക്കൽ പ്രോട്ടോകോളുകളെ കുറിച്ച് എനിക്കുള്ള അറിവിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ന് എൻ്റെ അറിവ്. കേരളത്തിലുള്ള നിരവധി ആൾക്കാർക്കും അത് തന്നെയാണ്. കാരണം എന്താ?
ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ഈ തള്ളെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സത്യം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്ന ചികിത്സ അത് കേരളത്തിൽ ആ ചികിത്സ ലഭ്യമല്ലാത്ത ആണെന്ന് ഒരു CPM ഡോക്ടറെ കൊണ്ട് പറയിക്കാവും. CPM ഡോക്ടർമാരുണ്ടല്ലോ. സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്ക് പല പണമുള്ള അല്ലെങ്കിൽ ഭയമുള്ള പലരെ അമേരിക്ക പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സ്വകാര്യ മേഖലയെ നമ്മൾ തള്ളിപ്പറയുകയും ഇരട്ടത്താപ്പും കാണിക്കരുത്. ഇപ്പോൾ ഓട്ടോറിക്ഷ സ്വകാര്യ മേഖലയാണ്. നമ്മൾ ആരാ ഓട്ടോറിക്ഷ ഉപയോഗിക്കാത്തത്? പ്രൈവറ്റ് ആയിട്ട് കയറില്ലെന്ന് പറയൂ. ടാക്സി, പ്രൈവറ്റ് ബസ്, ഇതൊന്നും ഇല്ലെങ്കിൽ കേരളത്തിൽ മനുഷ്യരെങ്ങും എത്തിപ്പെടില്ല. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ ദുരിതത്തിലെത്തി അവർക്ക് വീണ്ടും അവിടെ പോകാൻ പേടിയാണ്. അപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് അവർക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തരപ്പെടുത്തുന്നു. അവർ അവിടെ പോകുന്നു, ആ കത്രിക പുറത്തെടുക്കുന്നു. അപ്പോൾ അതിനെ പുച്ഛിക്കുകയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക്, നമ്മുടെ മന്ത്രിമാർക്ക്, ആരോഗ്യവകുപ്പിന്റെ മന്ത്രിക്ക് തന്നെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് പഥ്യം. അവർക്കാർക്കും ഈ സർക്കാർ സംവിധാനങ്ങളിലേക്ക് പോകേണ്ട. അവിടെയുള്ള ഡോക്ടർമാരുടെ കഴിവിലുള്ള വിശ്വാസക്കുറവല്ല അത്. മറിച്ച് മറ്റ് സംവിധാനങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ, അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയുമായി ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വൃത്തി തുടങ്ങി നിരവധി കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് ശരിയാ. അപ്പൊ അതുകൊണ്ടാണ് അവരെല്ലാവരും തന്നെ സർക്കാരിന്റെ ചെലവിൽ അഥവാ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ആഗോള കുത്തകളൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഇവരെല്ലാം നാളെയും ഇവിടെ തന്നെ പോകും. 2 കഷ്ണമായിട്ട് ആ ഉപകരണം പോയി എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എത്ര മോശമായിട്ടുള്ള സംവിധാനമാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഉള്ളതെങ്കിലും ഈ എക്യുപ്മെന്റ് ഒറിജിനലി ഇങ്ങനെ 2 കഷ്ണം ആയിരുന്നില്ലല്ലോ. അപ്പൊ അത് ഇത്രയും കാലം 5 വർഷം അകത്ത് കിടന്ന് അതിങ്ങനെ 2ആയിട്ട് അത് മാറി അങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു പീസാണ്. അപ്പൊ സത്യത്തിൽ ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പൂർണ്ണവും സൗജന്യവുമായിട്ടുള്ള ആരോഗ്യ പരിപാലനം, ചെക്കപ്പ്, ആജീവനാന്തം തുടർ ചികിത്സ, ഇതെല്ലാം തന്നെ ഏത് സർക്കാർ വന്നാലും അവർക്ക് പൂർണ്ണമായിട്ട് ഗ്യാരണ്ടി ചെയ്യണം. സത്യത്തിൽ ഈ വിഷയത്തിൽ ഉഷാ ജോസഫിനുണ്ടായിരിക്കുന്ന ദുരവസ്ഥയിൽ അതിലെ 1ാം പ്രതി എന്ന് പറയുന്നത് ഷാഹിദയല്ല, ലളിതാംബികയല്ല, മറിച്ച് സർക്കാരാണ്. 1ാം പ്രതി ഈ വിഷയത്തിൽ സർക്കാരാണ്, നമ്മുടെ ആരോഗ്യ വകുപ്പാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ. അതുകൊണ്ട് തന്നെ രോഗിയോട് ഈ സർജറിയുടെ സമയത്ത് മര്യാദകേട് കാണിച്ചു എന്നത് മാത്രമല്ല, ഇതെല്ലാം അവരുടെ മാത്രം കുറ്റമാണ്, വേറെ ആർക്കും ഇതിൽ കുറ്റമില്ല എന്ന മട്ടിലേക്കൊക്കെ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാൻ പോലും ശ്രമിച്ചില്ലേ. ഒരു മര്യാദ വേണ്ടേ? 50 കൊല്ലം അത് ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. കുഴപ്പമില്ലെങ്കിലും ഒരാൾ സർജറി ചെയ്തതിന് ശേഷം വയറ്റിൽ വെച്ച് കൊടുത്തു വിടേണ്ട സാധനങ്ങളല്ലല്ലോ കത്രികയും ഫ്ലവർ വേസും ഒന്നും. അപ്പൊ അങ്ങനെയെല്ലാം കൊടുത്തിട്ട് അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറയാൻ കഴിയുമോ? എത്ര വലിയ വിഡ്ഢിത്തമാണ് ഈ പറയുക. വീണ ജോർജ് മനസ്സിലാക്കേണ്ടത് അവരുടെ വകുപ്പിന്റെ പേര് ആരോഗ്യ വകുപ്പ് എന്നാണ്, ഉളുപ്പില്ലായ്മ വകുപ്പ് എന്നല്ല. കിട്ടി, പലിശ സഹിതം കിട്ടി.